ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരാൾ മുമ്പിൽ വരത്തെ പിടിച്ച് പോയേക്കോ, ലൈനെ പിടിച്ച് വര പിടിച്ച് പോയേക്കോ കേട്ടോ. വര മാറുന്നത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മാവേലിക്കര കൊട്ടാരക്കരയ്ക്ക് തിരിയുന്ന ഈ ആഞ്ഞിലിമൂട് ജംഗ്ഷനിലെ സർക്കാർ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഡിവൈഡറാണ് കാണുന്നത് കേട്ടോ. ഇവിടെ വളരെ വിശാലമായ ഡിവൈഡർ ഇവിടെ ഒരു വണ്ടിക്ക് പോകാം. എന്നാൽ എം സി റോഡിൽ കൂടെ വരുന്ന കൊട്ടാരക്കര ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ ആവശ്യമുള്ള സ്ഥലമില്ല എന്നുണ്ടല്ലേ. ഇതിന്റെ മണ്ടയ്ക്ക് സമ്മേളനം നടത്താനുള്ള സ്ഥലമുണ്ട്. പക്ഷെ വണ്ടി പോകാൻ സ്ഥലമില്ല കേട്ടോ. നിരവധി വണ്ടികൾ അവിടുന്ന് ഇവിടുന്ന് വരും. സിഗ്നലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. NS പെരിങ്ങായത്തിന്റെ ശബരിമലയ്ക്കുള്ള ഇതുണ്ട്. എന്നാൽ അവിടെ നല്ലൊരു ലൈനുകളോ ബോർഡുകളോ വെച്ച് റോഡിൽ സ്റ്റോപ്പ് മൂവ് പോലും ഇല്ല കേട്ടോ. ആ റോഡിൽ സ്റ്റോപ്പ് പോലും ഇല്ല. സ്റ്റോപ്പോ റിഫ്ലക്ടറോ ഒന്നുമില്ല. നിങ്ങൾ റിഫ്ലക്റ്റിംഗ് ലൈറ്റുകളോ എന്തെങ്കിലും വെച്ച് അപകടം ഒഴിവാക്കുക. ആ ഡിവൈഡർ പുതുക്കി പണിയുക. അത്രയും വലിയൊരു ഡിവൈഡർ പണിഞ്ഞ് അതുപോലെ വാഹനങ്ങളുണ്ട്. ചെറിയ വാഹനങ്ങളിൽ പോകുന്നവർ വലിയ വാഹനങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ദയവായി നൽകുക. ബൈക്ക്, ഓട്ടോ, ചെറിയ കാറുകൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ സ്കൂൾ അസംബ്ലിക്ക് വന്നിട്ടുണ്ടോ വരിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയുണ്ടോ. കുറേ ദൂരം തൊട്ടേ ഞങ്ങൾ ഫോൺ അടിച്ച് ചോദിക്കുന്നു, സ്ഥലം ഉണ്ടായിട്ടും തരത്തില്ലുണ്ടോ. ഒരു വണ്ടിയല്ല, പല വണ്ടികളും. അതുപോലെ ബൈക്കിലൊക്കെ ഇനി സ്കൂൾ തുറക്കുകയാണ്. ചെറിയ വാഹനങ്ങളായാലും വലിയ വാഹനങ്ങളും എല്ലാവർക്കും തുല്യമായ പരിഗണനയാണ് റോഡിൽ. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കൊന്നും ഒന്നും അറിയത്തില്ല. പുതിയതായ കുറേ കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. ദയവ് ചെയ്ത് രക്ഷകർത്താക്കൾ സ്കൂൾ കുട്ടികളെ അവിടെ റോഡിന് ഇടതുവശം ചേർന്ന് മാത്രം കൊണ്ടു നടക്കുക. കുട്ടികളെ നോക്കാതെ മൊബൈലിൽ കളിച്ചുകൊണ്ട് പോകാതിരിക്കുക. പലയിടത്തും നമ്മൾ കണ്ടുവരികയാണ്. കുട്ടികൾ റോഡിൽ കൂടെയും രക്ഷകർത്താക്കൾ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കും. അവസാനം വാഹനങ്ങൾ വരുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, തിരക്കായിരിക്കും. അതുകൊണ്ട് ദയവായി അതൊക്കെ ശ്രദ്ധിക്കുക. സ്കൂൾ തുറക്കുമ്പോൾ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും അതിനുള്ള മുൻകരുതൽ എടുക്കുക. പ്രൈവറ്റ് വാഹനങ്ങൾ ദയവായി വലിയ വാഹനങ്ങൾക്ക് സൈഡ് തരാൻ കൂടി ശ്രമിക്കുക. ഓക്കെ.